നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലങ്കോടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്നത് എന്ന് പറയുന്നത് പല്ലാവൂർ വഴിയാണ്. അത് നമുക്ക് പല്ലാവൂരിൻ്റെ ബ്യൂട്ടി കാണാം. എന്നിട്ട് നമുക്ക് കൊല്ലങ്കോട് എക്സ്പ്ലോർ ചെയ്യാം. മഴക്കാലത്തിലെ പാലക്കാടിന് പ്രത്യേക ഭംഗിയാണ്. അത് വിളിച്ചറിയിക്കുന്നതാണ് ഈ കാണുന്ന പല്ലാവൂര്. നിങ്ങൾ കൊല്ലങ്കോട്ടേക്ക് മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ച കാണാം. പറ്റുമെങ്കിൽ വന്നു നോക്കൂ. നമുക്ക് കൊല്ലങ്കോട്ടിലെ താമരപ്പാട് എക്സ്പ്ലോർ ചെയ്യാം. കൊല്ലങ്കോടിനെ മനോഹരമാക്കുന്നതിൽ താമരപ്പാടത്തിന് പങ്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ താമരപ്പാടത്തിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഞാൻ മഴ പ്രതീക്ഷിച്ചാണ് വന്നത്. കാരണം മഴയും താമരപ്പാടവും ചേർന്ന് കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെയായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല. ഇനി നമുക്ക് കാണാനുള്ളത് സീതാർകുണ്ട് വാട്ടർഫാൾസ്. ഇതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസിന്റെ ഒരു ഭാഗട്ടോ. സീതാർകുണ്ട് എന്നത് ലോപിച്ചിട്ടാണ് സീതാർകുണ്ട് എന്നറിയപ്പെടുന്നത്. ഇവിടേക്ക് കയറാൻ ടിക്കറ്റ് വേണം കേട്ടോ. 30 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയാണ്. ആ കാണുന്ന കേട്ടോ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. അകത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മുമ്പേ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. കുഞ്ഞിരാമായണം, കളിയാട്ടം തുടങ്ങിയ സിനിമകളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൊല്ലങ്കോട്ടിലെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടെ കാണാൻ വരുന്ന സഞ്ചാരികളല്ലാതെ തൊഴാൻ വരുന്ന ഭക്തരും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളമാണ് കേട്ടോ. പണ്ട് കാലത്ത് നെല്ലുകളൊക്കെ ഇങ്ങനത്തെ കളത്തിലായിരുന്നു അത്രേ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് കൊല്ലങ്കോട്ടിലെ പെരിങ്ങോട്ടുശ്ശേരി കളം. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കൊല്ലങ്കോട് കാണാൻ വന്ന സമയത്ത് ഈ കളത്തിൻ്റെ ഭാഗത്തൊന്നും ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സഞ്ചാരികളുടെ തിരക്കാണ്. അടുത്തത് കുടിലിടാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുടിലിടം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടേക്ക് കയറാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 30 രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയത്. കലപ്പ, കുടില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ. പണ്ട് കാലത്ത് കർഷകർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും മഴയത്തും വെയിലത്തുമൊക്കെ കയറി നിന്നിരുന്നത് ഇങ്ങനത്തെ കുടിലായിരുന്നു. പൂക്കളുടെ കാഴ്ചകളും അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.